അപ്പോസ്തലനായ ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 2-ാം അധ്യായം 40 മുതൽ 52 വരെയുള്ളതായ തിരുവചനങ്ങൾ. മാനവികതയ്ക്ക് വേണ്ടി ഗ്രീക്കുകാർക്ക് വേണ്ടിയാണല്ലോ ലൂക്കോസ് അപ്പോസ്തലൻ സുവിശേഷം എഴുതിയത്. അപ്പോസ്തല പ്രവൃത്തികളും അപ്പോസ്തലനാണല്ലോ എഴുതിയത്. മാനവികതയ്ക്ക് വേണ്ടി എഴുതിയത് കൊണ്ട് ആദ്യ മനുഷ്യനായ ആദാം മുതൽ നമ്മുടെ കർത്താവ് വരെ വംശാവലി പട്ടിക കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു. ഇവിടെ കർത്താവിന്റെ ബാല്യം, യൗവനത്തിന്റെ പടിവാതിൽക്കൽ 12-ാമത്തെ വയസ്സിൽ തന്റെ ഈ ലോക മാതാപിതാക്കളായ എത്രയും ശ്രേഷ്ഠരായ ജോസഫ് പിതാവിനോടും വിശുദ്ധ മറിയമിനോടും ചേർന്ന് ഒരു വലിയ സമൂഹത്തോടൊപ്പം യെരൂശലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ കൃത്യമായി ലൂക്കോസ് അപ്പോസ്തലൻ വിവരിക്കുന്നു. ഒരു വൈദ്യനായിരുന്നതുകൊണ്ട് ക്രമമായി ചുറ്റിയോടുകൂടിയ തന്റെ പഠനത്തിന്റെയും പ്രവർത്തന പരിചയത്തിന്റെയും അനുഭവത്തിന്റെയും വെളിച്ചത്തിൽ ഇവിടെ അപ്പോസ്തലൻ എഴുതിയിരിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യാക്കാർക്ക് എഴുതി 4:14 ലൂക്കോസ് തനിക്ക് പ്രിയനും വൈദ്യനുമായിരുന്നു. വീണ്ടും നാം വായിക്കുമ്പോൾ അപ്പോസ്തലൻ ഫിലോമൻ എഴുതിയ ലേഖനത്തിൽ എന്റെ കൂട്ടുവേലക്കാരനെന്ന് പറയുന്നു. 2 തിമോത്തിയിലേക്ക് വരുമ്പോൾ എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നുവെന്നും ലൂക്കോസ് എന്നോടൊപ്പം ഉണ്ടായിരുന്നുവെന്നും നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. ജാതീയനായ ഏക സുവിശേഷകൻ എന്ന നിലയിൽ നമുക്കെല്ലാം ഏറ്റവും സ്നേഹവും സന്തോഷവും ലൂക്കോസ് അപ്പോസ്തലനെ കുറിച്ചുണ്ട്. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയും അവന്റെ മേലുണ്ടായിരുന്നു. കർത്താവിന്റെ ബാല്യകാലത്തെ കുറിച്ചുള്ള വചനങ്ങളാണ്. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയും അവന്റെ മേലുണ്ടായിരുന്നു. തലമുറകളെ സത്യദൈവത്തിൽ നിന്നും അകറ്റിക്കളയുന്ന ഒരു വലിയ പൈശാചിക വ്യാപാരത്തിന്റെ മധ്യയിലൂടെയാണ് ആദ്യ മനുഷ്യനായ ആദാമും നമ്മുടെ കർത്താവും ഇന്ന് ജീവനോടിരിക്കുന്ന നാം ഓരോരുത്തരും കടന്നു പോകുന്നതെന്ന് നമുക്ക് വ്യക്തമായി അറിയാം. നമ്മുടെ മാതാപിതാക്കന്മാരുടെയും ചാർച്ചക്കാരുടെയും സ്നേഹമുള്ള അനേകരുടെയും സഹായം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും സർവോപരി ദൈവത്തിന്റെ കരുണയും നോട്ടവും കൊണ്ടാണ് ദുർഘടം പിടിച്ച പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞതായ ഈ ലോകത്തിൽ നാം ജീവനോടുകൂടി ഇന്ന് മരിക്കുന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുന്നതും നല്ലതാണ്. ഇസ്രായേൽ ജനം ചരിത്രപരമായ അവരുടെ യാത്രകളിലും പ്രയാണങ്ങളിലും ഒക്കെ കടന്നു പോകുന്ന സമയങ്ങളിൽ പലതരത്തിലുള്ള തടസ്സങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അനുഭവിക്കുന്നതായി നമുക്കറിയാം. അതിലൊന്ന് അവരുടെ പിതാവായ യാക്കോബിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉള്ള അവരുടെ യാത്രയുടെ സമയങ്ങളിൽ കുട്ടികളെ കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന ഒരു ശത്രുപക്ഷത്തിന്റെ ശക്തമായ ഒരു തടയൽ കാണുന്നുണ്ട്. നമ്മുടെ കർത്താവിന്റെ അടുക്കലേക്കുള്ള കുട്ടികളുടെ സാന്നിധ്യങ്ങളെ തടയുന്ന ശക്തികളെ കർത്താവ് ശാസിക്കുന്നതും കുട്ടികളെ അനുഗ്രഹിക്കുന്നതും നമുക്ക് സുവിശേഷത്തിൽ പരിചയമുണ്ട്. കർത്താവിന്റെ മടിയിൽ കുട്ടികളെ എടുത്ത് താലോലിക്കുന്ന അനേകം ചിത്രങ്ങൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നും ആർക്കും മായിച്ചു കളയാൻ പാടില്ലാത്ത പോലെ ആഞ്ഞു പതിച്ചതുമാണല്ലോ. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയും അവനിലുണ്ടായിരുന്നു. സൺഡേ സ്കൂൾ അധ്യാപകരെ സംബന്ധിച്ചും മാതാപിതാക്കളെ സംബന്ധിച്ചും എല്ലാ അധ്യാപകർക്കും, മൂപ്പന്മാർക്കും, ജ്യേഷ്ഠന്മാർക്കും, ജ്യേഷ്ഠത്തിമാർക്കും എല്ലാം തങ്ങളുടെയും തങ്ങളുടെ ചുറ്റുപാടുമുള്ള കുട്ടികളെയും തങ്ങളുടെ സഭയിലുള്ള കുട്ടികളെയും കുറിച്ചൊക്കെ വലിയ ഒരു ശ്രദ്ധയും കരുതലും ഉണ്ടായിരിക്കേണ്ടതാണ്. യേശുവിനെ പോലെ എല്ലാ കുട്ടികളും വളർന്നു വരേണ്ടതിന് നാം എല്ലാവിധമായ പ്രോത്സാഹനങ്ങളും നന്മകളും നൽകുകയും നല്ല ജോസഫുമാരും മേരിമാരും ആകാൻ നാം തന്നെ ആത്മാർത്ഥമായി ശ്രമിക്കണം.
ജോസഫിനും മേരിക്കും വ്യക്തമായി മലാഖമാരിലൂടെയും ദൈവദൂതന്മാരിലൂടെയും അറിയാമായിരുന്നു ഇത് തങ്ങളുടെ ഒരു താൽക്കാലിക ജോലിയാണ് ഈ കുട്ടിയെ വളർത്തൽ. എങ്കിലും വലിയ ഉത്തരവാദിത്വത്തോടുകൂടി അവർ ആ ജോലി ചെയ്തു. കുട്ടികളെ ദോഷം പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരും തെറ്റായ വഴിയിൽ നടത്തുവാൻ ശ്രമിക്കുന്നവരും തങ്ങളുടേതായ ആവശ്യങ്ങൾക്കായി കുട്ടികളെ ഉപയോഗിക്കുന്നവരുമെല്ലാം കുട്ടികളോട് മാത്രമല്ല സമൂഹത്തോടും തങ്ങളുടെ ചുറ്റുപാടുകളോടും പ്രകൃതിയോടും സത്യത്തോടും നന്മയോടും ദൈവത്തോടും തെറ്റുകാരാകുന്നു. ഇവിടെ വൈദ്യനായിരുന്നു കൊണ്ട് ലൂക്കോസ് അപ്പോസ്തലൻ കർത്താവിലേക്ക് സൂക്ഷ്മതയോടുകൂടി നോക്കുകയും ദൈവത്തിൽ ധ്യാനിക്കുകയും നന്മകളെയും ഈ വലിയ സത്യത്തെയും എല്ലാം പരിശുദ്ധാത്മാവിൽ തിരിച്ചറിഞ്ഞ് നമുക്ക് വേണ്ടി എഴുതിയിരിക്കുകയാണ്. കർത്താവിന്റെ ജനനം, ശൈശവം, ബാല്യം മുതൽ യൗവനത്തിന്റെ പടിവാതിൽ 12-ാമത്തെ വയസ്സിൽ വലിയ സമൂഹത്തോടൊപ്പം തന്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് അതേപോലെ പ്രവേശനം വരെയുള്ള കാര്യങ്ങൾ വിവരിക്കുമ്പോൾ ഇവിടെ നമുക്ക് 4 തലങ്ങളിലുള്ള 4 ഭാവങ്ങളിലുള്ള മുഖങ്ങളിലുള്ള ഒരു മനുഷ്യ ബാല വളർച്ചയെ കാണുവാൻ സാധിക്കും. ഒരു ചിന്തകൻ ഇങ്ങനെ പറഞ്ഞത് 4 phases of the human development. ശാരീരികമായ ഒരു വളർച്ച, ഫിസിക്കൽ ഗ്രോത്ത്, ജ്ഞാനം നിറഞ്ഞ മാനസികമായ ഒരു വളർച്ച, മെന്റൽ ഗ്രോത്ത്, ദൈവകൃപയുണ്ടായിരുന്നു, ദൈവത്തിന്റെ ഇടപെടലുണ്ടായിരുന്നു, സ്പിരിച്വൽ ഗ്രോത്ത്, മനുഷ്യരുമായിട്ടുള്ള ഒരു ഇടപെടൽ, സാമൂഹിക ഇടപെടൽ, സോഷ്യൽ ഗ്രോത്ത്. ഇത് അധ്യാപകരും മുതിർന്നവരും സൂക്ഷ്മമായി പരിശോധിക്കുകയും പഠിക്കുകയും ദൈവത്തിൽ ധ്യാനിക്കുകയും ചെയ്യേണ്ടതാണ്. ഒരു കുട്ടി ജനിച്ച് 40 ദിവസം പൂർത്തിയാകുമ്പോൾ ദേവാലയ പ്രവേശനം എന്നൊരു പ്രാർത്ഥനയോടുകൂടിയ ഒരു വിശ്വാസം അനേകം ക്രിസ്തീയ വിശ്വാസികൾ പുലർത്താറുണ്ട്. ശ്രീയാനി സഭ കത്തിച്ച മെഴുകുതിരികളുടെ നടുവിലൂടെ ഈ അമ്മയെയും കുഞ്ഞിനെയും സ്വീകരിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രാർത്ഥനയും നടത്തും. ഒരിക്കലൊരു വൃദ്ധനായ മനുഷ്യൻ തന്റെ നിര്യാണ കാലം അടുക്കാറായ സമയത്ത് തന്നെ സന്ദർശിക്കാൻ വന്ന ആളുകളോട് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഇപ്പോഴും തന്നെ വേട്ടയാടുന്ന ഒരു പൈശാചിക ഒരു പ്രയാസത്തെക്കുറിച്ച് അദ്ദേഹം പറയുമായിരുന്നു. പിതാവ് നഷ്ടപ്പെട്ട എനിക്കും സഹോദരങ്ങൾക്കും മാതാവ് അനേകം ആളുകളുടെ സഹായത്താലാണ് ജീവിക്കേണ്ടതായിട്ട് വന്നത്. തങ്ങളുടെ പരിചയത്തിലും ചർച്ചയിലുമുള്ള അനേകം ആളുകൾ താനൊരു കുഞ്ഞായിരുന്ന കാലം മുതലേ തന്നെ കണ്ണുരുട്ടി പഠിപ്പിക്കുവാനും ഭയപ്പെടുത്തുവാനും അനാവശ്യ കാരണങ്ങൾ കൊണ്ട് ദേഷ്യപ്പെടുവാനും തോർത്തും വസ്ത്രങ്ങളും വീശി പേടിപ്പിക്കുവാനും മൃഗങ്ങൾ എറിയുന്ന പോലെ കല്ലെറിഞ്ഞ് ആംഗ്യം കാണിക്കുകയും ഒക്കെ ചെയ്ത് തന്നെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് ഈ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ മനുഷ്യരെ കാണുമ്പോൾ ഈ ഭയം ഇന്നും വേട്ടയാടുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആ വൃദ്ധൻ അനേകരോട് ആവശ്യപ്പെടുമായിരുന്നു. ഇതൊരു ജീവിതാവസാനത്തിലൊരു മനുഷ്യന്റെ പ്രാർത്ഥന ആവശ്യങ്ങളിൽ റിക്വസ്റ്റിൽപ്പെട്ടതാണ്. എങ്കിലും നാം ഇതിനെ വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കേണ്ടതാണ്. കുട്ടികളെ സ്നേഹിക്കുവാനും പരിശീലിപ്പിക്കുവാനും ഉത്തരവാദിത്തപ്പെട്ടവർ മറിച്ച് പെരുമാറുന്നത് ദുഃഖകരവും പ്രയാസകരവുമാണ്. യുദ്ധങ്ങളുടെയും വഴക്കുകളുടെയും എല്ലാം ദുരന്ത ഫലങ്ങൾ കുട്ടികളാണ് അനുഭവിക്കുന്നത്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും വലിയ യുദ്ധങ്ങൾ നടക്കുമ്പോൾ അനാഥരാകുന്ന കുട്ടികൾ നഗ്നരായി ഓടുന്ന ചിത്രം നാം അനേകമായി കാണുന്നുണ്ട്. തെരുവേദങ്ങളിലും മരുഭൂമികളിലും കടൽ തീരങ്ങളിലുമെല്ലാം അനാഥമായ ബാല്യങ്ങളെ നാം കാണുന്നു. ശവങ്ങൾ കുത്തിപ്പറിച്ചെടുക്കുവാൻ വേണ്ടി പക്ഷികളും മൃഗങ്ങളും കാത്തുനിൽക്കുന്ന രോദനാജനകമായ ഭീകരമായ മുഖങ്ങളും നാം കാണുന്നുണ്ട്. ഒരിക്കൽ പൊന്നവേലി സ്വദേശിയായിരുന്ന നല്ല സുവിശേഷൻ അമ്പാട്ടച്ഛന്റെ കൊച്ചമ്മ അവരുടെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ യുദ്ധ ഭീഷണിയിലും ആ യുദ്ധാനന്തര സംഭവങ്ങളെക്കുറിച്ച് വിവരിക്കുകയുണ്ടായി. പെട്ടെന്ന് യുദ്ധം പുറപ്പെടുന്നു. ആഫ്രിക്കയിൽ അവര് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് യുദ്ധം പുറപ്പെടുകയാണ്. അച്ഛൻ ഒരു സ്ഥലത്ത്, കൊച്ചമ്മ ഒരു സ്ഥലത്ത്, മക്കൾ ഒരു സ്ഥലത്ത്. എല്ലാ സ്ഥലങ്ങളിലും വലിയ നിലവിളികളും തോക്കുകളുടെയും വലിയ ഒച്ചപ്പാടുകളും ഒക്കെയാണ്. ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളുമെല്ലാം ചെതറിപ്പോയി. അനേകം ദിവസങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ഇവർ കണ്ടുമുട്ടിയതും
അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ അനുഭവിച്ചതായ മാനസിക സംഘർഷങ്ങളെയും ഭയത്തെയും കുറിച്ചൊക്കെ ആ കൊച്ചമെങ്ങനെ വിവരിച്ചപ്പോൾ കേട്ടിരുന്ന ആളുകളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. കാരണം ഒരു വ്യക്തി നേരിട്ട് അത് അവതരിപ്പിക്കുകയാണ്. ഇതെല്ലാം ഒരു അന്താരാഷ്ട്ര പ്രശ്നമായി നാം കാണുമെങ്കിലും നാം അതിനെ ലഘൂകരിച്ച് വരുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ടാകുന്നതായ ഈ വലിയ വഴക്കുകളും ശിഥിലങ്ങളും കുടുംബത്തിലെ വരും തലമുറയും കുഞ്ഞുങ്ങളെയും അല്ലേ നമുക്ക് നഷ്ടപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നത്. അനാഥമാകുന്ന കുട്ടികളെ സനാഥത്തിലേക്ക് നയിക്കുവാൻ സമൂഹത്തിന് ഒരു വലിയ ബാധ്യതയുണ്ട്, ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. അത് നിറവേറ്റാൻ നാം ബാധ്യസ്ഥരുമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ പ്രൈമറി സ്കൂൾ, നഴ്സറി സ്കൂൾ, അംഗനവാടി അധ്യാപകർ എത്രയോ ശ്രേഷ്ഠരാണ് എന്ന് നാം ഓർക്കണം. ഒരിക്കൽ ഒരു പ്രൈമറി സ്കൂൾ അധ്യാപനത്തിൽ നിന്നും പ്രൈവറ്റായി BAയും MAയും BEഡും MEഡും ഒക്കെ പഠിച്ച ഒരു മനുഷ്യൻ മെല്ലെ 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 നടന്ന് ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകനിൽ നിന്നും ബിരുദാനന്തര വിദ്യാർത്ഥികളെയും കോളേജ് സ്കൂൾ പ്രിൻസിപ്പൽമാരെയും ഒക്കെ പഠിപ്പിക്കുകയും ട്രെയിൻ ചെയ്യുന്നതായ ഒരു വലിയ അധ്യാപകനായി രൂപാന്തരപ്പെടുന്നു. അദ്ദേഹത്തോട് ആളുകൾ ചോദിക്കുന്നു, സർ, തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല മേഖല ഏതാണ്? പ്രൈമറി സ്കൂൾ അധ്യാപനത്തിൽ നിന്നും ഇത്രയും ഉന്നതങ്ങളിലേക്ക് ചെന്ന ആ അധ്യാപക ശ്രേഷ്ഠൻ ഒരു പക്ഷേ തന്റെ അവസാന കാലത്തെ വലിയ നിമിഷങ്ങളെക്കുറിച്ച് പറയുമെന്ന് ചോദിച്ചയാള് സംശയിച്ചെങ്കിലും അദ്ദേഹം പറഞ്ഞത്, ഞാൻ പ്രൈമറി സ്കൂൾ അധ്യാപകനായിരുന്ന കാലമാണ് എനിക്ക് ഏറ്റവും സന്തോഷം. കാരണം കുട്ടികളെ തിരിച്ചറിയുവാനും അവരെ പഠിപ്പിക്കുവാനും അവരുടെ ശരീരത്തിലെയും മനസ്സിന്റെയും സ്വഭാവത്തിന്റെയും തെറ്റുകളെ കണ്ടുപിടിച്ച്, ദോഷങ്ങളെ കണ്ടുപിടിച്ച്, നോട്ടവും ഏകാഗ്രതയും എല്ലാം, കേൾവിയും ഓർമ്മയും എല്ലാം കണ്ടുപിടിച്ച് അത് തെറ്റുതിരുത്തി അവരെ മാറ്റുവാനും അവരുടെ മാതാപിതാക്കളെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകളെയും പഠിപ്പിക്കുവാനും ഒക്കെ ലഭിച്ച ഒരു വലിയ സന്ദർശനമായിരുന്നു. ഈ ശ്രേഷ്ഠനായ അധ്യാപകനെ കുറിച്ച് പറയുന്നത്, ഇദ്ദേഹം കോളേജിലേക്ക് പോയത് പഠിക്കുവാനല്ല, മറിച്ച് പഠിപ്പിക്കുവാനായിരുന്നു. He went to college not to study but to teach. നമ്മുടെ എല്ലാം മനസ്സിലേക്ക് അനേകം അധ്യാപകരുടെ പേരുകൾ ഈ സമയത്ത് വരുന്നുണ്ട്. ഞാനും കോട്ടയംകാരനായ കൊല്ലാട്ട് തോമസ് സാറിനെ ഈ സമയത്ത് ഓർത്തു പോവുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നാം ഒന്ന് ഓടിച്ചു നോക്കുമ്പോൾ സദൃശ്യവാക്യങ്ങൾ 22:6 ബാലൻ നടക്കേണ്ട വഴി അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അതിൽ നിന്ന് വിട്ടു മാറുകയില്ല. യെശയ്യാ പ്രവാചകനിലേക്ക് നാം നോക്കുമ്പോൾ, നിന്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടു, നിന്റെ മക്കളുടെ സമാധാനം വലുതുമായിരിക്കും. വീണ്ടും സദൃശവാക്യങ്ങളിലേക്ക് വരുമ്പോൾ, മകനെ, നിന്റെ അപ്പന്റെ പ്രബോധനം കേൾക്കാം, അമ്മയുടെ ഉപദേശവും ഉപേക്ഷിക്കരുത്. അത് നിന്റെ ശിരസിനും കഴുത്തിനും അലങ്കാരമായി തീരും. ഭഗ്യവാനായ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യക്കാർക്ക് എഴുതുമ്പോൾ വ്യക്തമായ പരിശുദ്ധാത്മാവിൽ എഴുതുന്നു, മകളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിനനുസരിപ്പീൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോട് ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുവാനുള്ളത് വാഗ്ദത്തത്തോടുകൂടിയ മധ്യകൽപ്പനയാകുന്നു. അക്കൂട്ടത്തിൽ പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും നിത്യോപദേശത്തിലും പോറ്റി വളർത്തുകയും, അത് പിതാക്കന്മാർക്കുമുള്ള ഒരു താക്കീതായി തന്നെ നാം കാണണം. യെരൂശലേം ദേവാലയത്തിൽ കർത്താവിരുന്ന് പ്രാർത്ഥിക്കുകയും ഉപദേഷ്ടാക്കന്മാരോട് സംവാദത്തിലേർപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ കണ്ടെത്താൻ അന്വേഷിച്ച് ബുദ്ധിമുട്ടിയ മാതാപിതാക്കൾ വന്ന് കണ്ടെത്തുകയും അങ്ങനെ തന്റെ ഈ ലോക മാതാപിതാക്കളോടൊപ്പം തന്റെ സമൂഹത്തോടൊപ്പം കീഴടങ്ങി നസറേത്തിലേക്ക് മടങ്ങിപ്പോകുന്നതായ യേശുവിനെ പൗലോസ് അപ്പോസ്തലൻ ഈ ഭാഗത്ത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. തിരുവെഴുത്തുകളെയെല്ലാം യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി കർത്താവ് തന്റെ ബാല്യകാലം ഇങ്ങനെ ആയിരിക്കണമെന്ന് നമുക്കൂടെ കാട്ടിത്തരികയായിരുന്നു. തന്റെ മാതാപിതാക്കൾക്ക് കീഴടങ്ങി അവൻ മടങ്ങിപ്പോകുന്നു. പിന്നീട് മൗര്യൂഹാനോ മാംഗോനോ കാരാഗ്രഹത്തിലേക്ക് ബന്ധിക്കപ്പെടുന്നു. മാനസാന്തരത്തിന്റെയും ദൈവരാജ്യത്തിന്റെയും പ്രാസംഗികൻ ബന്ധിപ്പിക്കപ്പെടുന്ന ഈ നിമിഷങ്ങളിൽ
ഈ ശബ്ദത്തിന് ഒരു പിന്തുടർച്ച ആവശ്യമായതുകൊണ്ട് കർത്താവ് രംഗപ്രവേശനം ചെയ്യേണ്ടതായ സന്ദർഭത്തിൽ അതുവരെയും തന്റെ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് വേണം നാം ചിന്തിക്കാൻ. ചരിത്രമെന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളുടെയും വിവരണമല്ല, മറിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ വിവരണമാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തിൽ നിന്റെ യേശു എവിടെ, കർത്താവ് എവിടെ എന്ന വൈശാചിക ചോദ്യത്തിന്റെ മുമ്പിൽ എന്റെ കർത്താവ് അവന്റെ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരുന്നു. യൂഹാനോൻ മാർദോനോയുടെ ബന്ധനത്തിൽ എന്റെ കർത്താവിന്റെ പ്രവർത്തനം ആരംഭിച്ചു എന്ന് പരിശുദ്ധാത്മാവിൽ ശക്തമായി പറയുവാൻ നമ്മുടെ കുട്ടികൾക്കും നമുക്കും സാധിക്കണം. ഇതെല്ലാം മനസ്സിലാക്കി മാതാപിതാക്കന്മാരും ജ്യേഷ്ഠന്മാരും ജ്യേഷ്ഠത്തിമാരും ഉപദേഷ്ടാക്കന്മാരും അധ്യാപകരും മൂപ്പന്മാരുമെല്ലാം സമൂഹത്തോട് ദൈവത്തോട് കടപ്പെട്ടുള്ളവരായി സമൂഹത്തിലെ കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുവാൻ, നല്ല വ്യക്തിത്വങ്ങളാക്കി മാറ്റുവാൻ, ദൈവത്തിന് സമർപ്പിക്കുവാൻ ഉത്തരവാദിത്വം മറന്നുപോകാതിരിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ കരുണയും വചനത്തിന്റെ ശക്തിയും നമുക്കുണ്ടാകട്ടെ. സമൂഹത്തിന്റെ നന്മയെ പ്രതിയും വരും തലമുറകളുടെ ശോഭയെ പ്രതിയുമുള്ളതായ ഈ വേദഭാഗങ്ങൾ ഒരു വൈദ്യൻ കൂടിയായിരുന്നതുകൊണ്ട് തന്റെ പ്രവർത്തനത്തിൽ നിന്നും തന്റെ അനുഭവത്തിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമുക്ക് വേണ്ടി ഭാഗ്യവാനായ ലൂക്കോസ് അപ്പോസ്തലൻ ഇവിടെ എഴുതിയിരിക്കുകയാണ്. ദൈവം നല്ല ഇടപെടലുകൾ നൽകട്ടെ.